സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഒരിക്കൽ ഒരു അമ്മയും അവരുടെ കുഞ്ഞും കാണാൻ വന്നു. അമ്മ ഗുരുവിനോട് വിനീതമായി പറഞ്ഞു, സ്വാമി, എന്റെ മകൻ അമിതമായി പഞ്ചസാരയും മധുരവും കഴിക്കുന്നു. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. അങ്ങ് ഉപദേശിച്ചാൽ ചിലപ്പോൾ അവൻ കേൾക്കും. ദയവായി അവനെ ഉപദേശിച്ച് ഈ ദുശീലം മാറ്റിക്കൊടുക്കണം. ശ്രീരാമകൃഷ്ണ പരമഹംസർ അമ്മയോട് ശാന്തമായി പറഞ്ഞു, നിങ്ങൾ 1 മാസം കഴിഞ്ഞ് കുട്ടിയുമായി വീണ്ടും വരൂ. അമ്മ അല്പം ആശ്ചര്യപ്പെട്ടു. ഇപ്പോൾ ധ്യാനത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടാകാം എന്നു വിചാരിച്ച് അവൾ മകനുമായി മടങ്ങി. മാസം 1 കഴിഞ്ഞു. കൃത്യമായി 1 മാസം കഴിഞ്ഞ് അമ്മ കുട്ടിയുമായി വീണ്ടും വന്നു. അമ്മ പറഞ്ഞു, സ്വാമി, എന്റെ മകൻ ഇപ്പോഴും പഞ്ചസാര കഴിക്കുന്നത് നിർത്തിയിട്ടില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരൂ. 2 ആഴ്ച കഴിഞ്ഞ് അമ്മ വീണ്ടും കുട്ടിയുമായി എത്തി. അപ്പോഴും ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, നിങ്ങൾ 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരൂ. അമ്മ വീണ്ടും കുട്ടിയുമായി എത്തി. അപ്പോഴും ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, 1 ആഴ്ച കഴിഞ്ഞ് വരൂ. അവസാനം 1 ആഴ്ച കഴിഞ്ഞ് അമ്മ കുട്ടിയുമായി വീണ്ടും ഗുരുവിനെ വന്ന് കണ്ടു. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. സ്നേഹത്തോടെ തലയിൽ കൈവച്ചു പറഞ്ഞു, മകനെ, നീ ഇനി പഞ്ചസാര അമിതമായി കഴിക്കരുത്. അധികം മധുരം കഴിച്ചാൽ അജീർണമുണ്ടാകും. പല അസുഖങ്ങളും വരും. ആരോഗ്യം നശിക്കും. അതുകൊണ്ട് ഇനി നീ പഞ്ചസാര കഴിക്കുന്നത് നിർത്തണം. ഗുരുവിന്റെ വാക്കുകൾ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഇത് കണ്ട അമ്മ അതിശയത്തോടെ ചോദിച്ചു, സ്വാമി, ഇത്ര ദിവസങ്ങളായി ഞങ്ങളോട് വരാൻ പറഞ്ഞത് എന്തിനാണ്? ഇത് ആദ്യം വന്നപ്പോഴും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ശാന്തമായി പുഞ്ചിരിച്ച് എന്നിട്ട് പറഞ്ഞു, അമ്മേ, നിങ്ങൾ ആദ്യമായി വന്നപ്പോൾ ഞാനും പഞ്ചസാര കഴിക്കുന്ന ശീലത്തിലായിരുന്നു. ഞാൻ തന്നെ പാലിക്കാത്ത ഒരു കാര്യത്തിൽ മറ്റൊരാളെ ഉപദേശിക്കാൻ എനിക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ എന്റെ ദുശീലം മാറ്റാൻ സമയമെടുത്തത്. 1 മാസം കൊണ്ടും അത് പൂർണ്ണമായി മാറിയില്ല. അതിനാലാണ് വീണ്ടും വീണ്ടും സമയം ചോദിച്ചത്. ഇപ്പോൾ ഞാൻ തന്നെ ആ ശീലം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇപ്പോൾ മാത്രമാണ് എനിക്ക് ഈ കുട്ടിയെ ഉപദേശിക്കാൻ യോഗ്യത ഉണ്ടായത്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.